സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന രണ്ടായി പിരിഞ്ഞു. സിനിമ എന്നത് തകർച്ചയുടെ വക്കിലാണെന്നും 100 കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ വെറും നുണക്കഥകളാണെന്നും നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രസ്താവിച്ചിരുന്നു. അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല പൊതുസമൂഹത്തിന് മുമ്പിൽ സുരേഷ് കുമാർ അവതരിപ്പിച്ചതെന്നും ഈ പ്രവണത മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും മോഹൻലാലിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പറയുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്രകാരമാണ്: എനിക്ക് പറയാനുള്ളത് ഇതാണ്. കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെപ്പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചിലിനെ പറ്റി ചിലത് പറയണം എന്ന് ഉള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ്. വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആന്റണിക്കുണ്ട്. എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കൂ. സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയാൻ സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഞാനും ജനങ്ങൾക്ക് മുമ്പിൽ ചിലത് തുറന്ന് പറയുകയാണ്. ജൂൺ 1 മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു. മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തിന് വഴങ്ങിയാകണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത്. ഇതാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലൊരു സമരനീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 100 കണക്കിന് ആളുകളെ, അതുവഴി 1000 കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്? എന്താണ് അതിന് പിന്നിലെ ചേതോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലകളിൽ ഉള്ളവരെ പറ്റിയും പുത്തൻ തലമുറയെപ്പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശബ്ദമായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണയെന്നും അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. ഏതെങ്കിലും നിക്ഷിപ്ത താൽപര്യക്കാരുടെ വാക്കുകളിൽ, സമ്മർദ്ദങ്ങളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്നും സംശയം തോന്നി. 100 കോടി ക്ലബിൽ കയറിയ മലയാള സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചത് ഞാൻ കേട്ടു. സിനിമ 50 കോടി, 100 കോടി, 200 കോടി, 500 കോടി ക്ലബുകളിൽ എത്തുക അല്ലെങ്കിൽ കയറുക എന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ രീതി അനുസരിച്ച് എന്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതിയിൽ നിന്ന് വന്നു ചേരുന്ന മറ്റ് വരുമാനങ്ങളും കൂടി ചേരുന്നതാണ് ഇത്. നിർമ്മാതാവിനുള്ള അറ്റാദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയുള്ള വിലയിരുത്തലുകളും വിശേഷണങ്ങളും. അത് ബോളിവുഡിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അങ്ങനെ തന്നെയാണ്. അതിനെ നിർമ്മാതാവിന് മാത്രം കിട്ടിയതായുള്ള അവകാശവാദമായി ചിത്രീകരിച്ച് വിമർശിക്കുന്നതിന്റെ പൊരുൾ ദുരൂഹമാണ്. പിന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിൽപ്പെട്ടവർ തന്നെയാണല്ലോ ഇങ്ങനെ 100 കോടി ക്ലബിലും 200 കോടി ക്ലബിലും ഇടം നേടിയ വിശേഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതും മലയാളത്തിൽ സിനിമകൾ വലിയ വിജയമാണെന്ന് പറയുന്നത്. മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയ്ക്ക് കളക്ഷൻ കിട്ടൂ എന്നത് സത്യമാണ്. അവ മറ്റു നാടുകളിലെ അതിലും വലിയ സിനിമകൾക്കൊപ്പം എത്തുകയും ചെയ്യുന്നതിൽ
അവർ മറ്റു നാടുകളിലെ സിനിമയ്ക്കൊപ്പം റിലീസ് ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിനെയൊക്കെ ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും അപരാധമെന്നോണം വ്യാഖ്യാനിച്ചും സുരേഷ് കുമാർ സംസാരിച്ചതിന്റെ ചേതോവികാരവും അവ്യക്തമാണ്. സംഘടനയുടെ പ്രസിഡന്റായിരിക്കെ ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കഴിവുറ്റ ഒരാളാണ് സുരേഷ് കുമാർ എന്നതിൽ ആർക്കും തർക്കമില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. എന്നാൽ സുഹൃത്തും നിർമ്മാതാവുമായ ആന്റോ ജോസഫ് പ്രസിഡന്റായിരിക്കെ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് എങ്ങനെ എന്ന് മനസ്സിലാകുന്നില്ല. അവരൊന്നും ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞതായി കേട്ടിട്ടുമില്ല. സുരേഷ് കുമാറിന്റേത് സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ആന്റോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതില്ലേ എന്ന മുനയുള്ള ചോദ്യവും ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിൽ പറയുന്നു. സംഘടനയിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി പറയാൻ ഞാനാളല്ലെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. പക്ഷേ ആന്റയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതികളോടും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ്. ഇതൊക്കെ സംഘടനയുടെ തീരുമാനമാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായക തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതാണ്. കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാതല കീഴ്വഴക്കം അതാണ്. അത്തരത്തിൽ ചർച്ച ചെയ്ത് ഭിന്നസ്വരങ്ങൾ കൂടി കണക്കിലെടുത്തും അഭിപ്രായ സമന്വയമുണ്ടാക്കിയും മുന്നോട്ടു പോവുക എന്നതാണ് യാതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെയും കാതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ സുരേഷ് കുമാർ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസവും എനിക്കില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. ഇവിടെ സിനിമ പോലൊരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണയ്ക്ക് എത്തുക? അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഇവിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ടാണ് എന്നാണ് അറിയാത്തത്. ഞാനൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് സുരേഷ് കുമാർ. അദ്ദേഹത്തെ പോലുള്ളവർ ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്തു പറ്റി എന്നാണ് മനസ്സിലാകാത്തത്. ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒന്നുകൂടി ആലോചിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാൻ ഉള്ളത്. ഇത്രയും സംഘടനാപരമായിട്ടുള്ളത്. ഇനി വ്യക്തിപരമായ ചിലതുകൂടി. ആശീർവാദ് സിനിമാസിന്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യ ബോധമെന്തെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാകാത്തൊരു സിനിമയുടെ ചെലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണ്? എന്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല. എന്റെ ബിസിനസ്സുകളെ കുറിച്ചും ആ നിലയ്ക്ക് എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം പബ്ലിക്കായി സംസാരിച്ചത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവായി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എമ്പുരാനെപ്പറ്റി പറയുകയാണെങ്കിൽ വൻ മുടക്കുമുതലിൽ നിർമ്മിക്കപ്പെട്ട KGF പോലൊരു സിനിമ ദേശ ഭാഷ അതിരുകൾക്കപ്പുറം മഹാവിജയം നേടിയതോടെ
കന്നഡ ഭാഷാ സിനിമയ്ക്ക് തന്നെ കൈവന്ന പ്രാമാണിത്യത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലൊരു വിജയം ഇന്നേ വരെ ഒരു മലയാള ചിത്രത്തിനും സാധ്യമായിട്ടില്ല. അത്തരത്തിലൊരു ബഹുഭാഷാ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിന്റെ പരിശ്രമം. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ 2 വർഷമായി അത്രമേൽ അർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുകയാണ് ഞാൻ. അതിന്റെ സംവിധായകർ, അതിന്റെ പിന്നണി പ്രവർത്തകർ, ലാൽ സാറിനെ പോലുള്ളൊരു മഹാനടനും ഇക്കാലം അത്രയും അതുമായി സഹകരിച്ച് പോരുന്നുമുണ്ട്. ലൈക്ക പോലൊരു വൻ നിർമ്മാണ സ്ഥാപനവുമായി സഹകരിച്ചാണ് എമ്പുരാൻ എന്ന സ്വപ്നം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്താണ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരുമടക്കമുള്ള ഒരു വലിയ സംഘം അതിനു പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നത്. നമ്മുടെ ഭാഷയിൽ നിന്ന് ബഹുഭാഷാ വിജയം കൈയാളുന്ന വൻ ക്യാൻവാസിലുള്ളൊരു ചിത്രമാക്കി ഇതിനെ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അത്തരം ഒരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതിന് പകരം അതിന്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ നിരാശയും സങ്കടവും നൽകുന്ന കാര്യമാണ്. അതിന്റെ ചിലവത്രയെന്ന് അറിഞ്ഞുകൂടാത്ത സുരേഷ് കുമാർ സാറിന് ഇത്ര ആധികാരികമായി അതേപ്പറ്റി എങ്ങനെ പറയാനായി എന്ന് ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. നിർമ്മാണപൂർവ്വ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലുള്ള ഒരു സിനിമയെ തകർക്കാനാണ് സുരേഷ് കുമാറിന്റെ ആരോപണം എന്നതും ഓർക്കണം. ജനുവരിയിലെ കണക്ക് മാത്രം വെച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ സ്വന്തം ഭാഷാ സിനിമകളെ പറ്റി രൂക്ഷമായ ശൈലിയിൽ വിമർശിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചതാണ് മലയാള സിനിമ നേടിയ വിജയത്തിന്റെ കണക്കുകൾ. മികച്ച ഉള്ളടക്കത്തിന്റെ പേരിൽ അന്യഭാഷാ സിനിമാക്കാരും പ്രേക്ഷകരും വരെ നമ്മുടെ സിനിമയെ ഉറ്റുനോക്കുകയും നമ്മുടെ തിയേറ്ററുകളിലെല്ലാം പരീക്ഷാകാലത്തും വ്രതക്കാലത്തുമൊക്കെ നിറഞ്ഞു കവിഞ്ഞതും കഴിഞ്ഞ വർഷം നാം കണ്ടതാണ്. ഉയർച്ച താഴ്ചകളും വിജയ പരാജയങ്ങളും സിനിമയിലുണ്ടായ കാലം മുതൽ സംഭവിക്കുന്നതാണ്. പുതുവർഷം പിറന്ന് 1 മാസമാകുന്നതിന് മുമ്പ് ആ മാസത്തെ വരവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് സിനിമാ മേഖലയെ ഒട്ടാകെ വിമർശിക്കാൻ ഒരുമ്പെട്ടത് തീർച്ചയായും ആരോഗ്യകരമായ പക്വമായ ഒരു ഇടപെടലായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതും സുരേഷ് കുമാറിനെ പോലെയുള്ള ഒരു ലബ്ധപ്രതിഷ്ഠനായ നിർമ്മാതാവിൽ നിന്ന്. സിനിമയിൽ എല്ലാവർക്കും വിജയിക്കാൻ ആയിട്ടില്ല. പലർക്കും അതിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരമാർത്ഥങ്ങളാണ്. അവ അവതരിപ്പിക്കേണ്ടപ്പെടുന്നതാണ്, അഭിസംബോധനപ്പെടേണ്ടതാണ്. അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുറെ കൂടി പക്വവും നിഷ്പക്ഷവുമായൊരു ശൈലി സ്വീകരിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. തിയേറ്ററുകൾ അടച്ചിടപ്പെടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് ഒരു വ്യക്തി തീരുമാനിച്ചാൽ അതൊക്കെ നടക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടേത്. നമ്മളാരും സംഘടനാപരമായി പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയുമല്ല. അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുരേഷ് കുമാർ ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജവവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ പറയട്ടെ. അതിനൊപ്പം ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നു, സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാം. എന്നാൽ തെറ്റുകൾ തിരുത്താനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം
സംഘടനാ ഭാരവാഹികൾക്ക് ഉണ്ട്. ഇതാണ് എന്റെ വിശ്വാസം. അത്തരത്തിലുള്ള ഒരു ശ്രമം ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ, ആന്റണി പെരുമ്പാവൂർ. ചുരുക്കത്തിൽ, ആന്റണി പെരുമ്പാവൂറും നിർമ്മാതാവ് രേവതി കലാമന്ദിറിന്റെ ബാനറിൽ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിൽ തുറന്ന യുദ്ധം തുടങ്ങിയിരിക്കുന്നു. മലയാള സിനിമയിൽ ഈ തുറന്ന യുദ്ധം എന്തൊക്കെ വ്യതിചലനങ്ങൾക്ക്, എന്തൊക്കെ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നത് നമ്മൾ കാണേണ്ട കാഴ്ചയാണ്.